വ്യവസായ ലോകത്തെ ഒന്നടങ്കം നടുക്കിയ സംഭവമായിരുന്നു കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ മരണം. അന്വേഷണ സംഘം വമ്പൻ സ്രാവുകളിലേക്ക് നീളുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 4 മാസത്തിലേറെയായി റോയ് വിഷാദ രോഗത്തിന് ചികിത്സയിലായിരുന്നുവെന്ന വിവരം കുടുംബാംഗങ്ങളാണ് അന്വേഷണ സംഘത്തെ അറിയിച്ചത്. ലോക പ്രശസ്തി ആർജിച്ച കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചില പ്രൊജക്ടുകളിൽ തിരിച്ചടി നേരിട്ടിരുന്നു. നിക്ഷേപം നടത്തിയ ചിലർ തുടർച്ചയായി പണം തിരികെ ചോദിച്ചതും റോയിയെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിരുന്നു. റോയ് ഒരു പ്രൊജക്ടിനു പോലും കടം വാങ്ങാതെയാണ് ബിസിനസ് നടത്തുന്നതെന്ന് പല അഭിമുഖങ്ങളിലും പറഞ്ഞിരുന്നതാണ്. ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുന്ന പതിവുമില്ല. വായ്പകളില്ലാതെ ഈ വമ്പൻ പ്രൊജക്ടുകൾക്ക് റോയ് എങ്ങനെയാണ് പണം കണ്ടെത്തിയതെന്നും അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കർണാടക പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കേരളത്തിലേക്ക് ഉടനെത്തും. കൊച്ചി കേന്ദ്രീകരിച്ച് ഗ്രൂപ്പിന്റെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ സംഘം പരിശോധിക്കും. റോയിയുടെ മരണത്തിൽ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഇടപെട്ടതും കേസിൽ നിർണായകമായി. റോയിയുടെ മരണത്തിന് പിന്നിലെ സത്യം പുറത്തു കൊണ്ടുവരുമെന്ന് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. DK ശിവകുമാറിന്റെ ഈ നീക്കം ആദായ നികുതി വകുപ്പിന് കനത്ത തിരിച്ചടി ഉണ്ടാക്കാനാണ് സാധ്യത. റോയിയെ മരണത്തിലേക്ക് നയിച്ചത് ആദായ നികുതി വകുപ്പിന്റെ സമ്മർദ്ദം നിറഞ്ഞ ചോദ്യശരങ്ങളാണോ, അതോ ഇതുവരെ കടം വാങ്ങാത്ത കോൺഫിഡന്റ് ഗ്രൂപ്പിന് പ്രൊജക്ടുകളിൽ തിരിച്ചടി നേരിട്ടത് റോയിയെ മാനസികമായി തളർത്തിയിരുന്നു? സമൂഹത്തിലെ ഉന്നത മേഖലകളിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സിനിമാ മേഖലകളിലെ പ്രമുഖർ റോയിയെ ഏറെ പിന്തുണച്ചിരുന്നു. റോയിയുടെ തലയ്ക്ക് മുകളിൽ ആദായ നികുതി വകുപ്പിന്റെ വാളുയർന്നപ്പോൾ ഈ പ്രമുഖരെല്ലാം റോയിയെ കൈയൊഴുകുകയായിരുന്നു. തന്റെ മരണത്തിന് ശേഷം കോൺഫിഡന്റ് ഗ്രൂപ്പിന് പ്രതിസന്ധികൾ ഉണ്ടാകാതിരിക്കാൻ 9 പേജുകളുള്ള കുറിപ്പ് എഴുതി വെച്ചാണ് CJ റോയ് ജീവനൊടുക്കിയത്. മരണത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് ഇന്നും വ്യക്തമല്ല. എത്ര കോൺഫിഡന്റ് ആയാലും അടിപതറിയ ഒരു നിമിഷത്തെ അതിജീവിക്കാൻ റോയിക്ക് കഴിഞ്ഞില്ല. റിയാലിറ്റി ഷോകളിലെ സ്പോൺസർഷിപ്പുകളും മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളിലും ഏറെ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചിരുന്ന റോയിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന റീലുകളിലെ കമന്റുകളിൽ പലതും ഒരേ വാചകമാണ്: എന്തിന് നിങ്ങൾ മരിച്ചു, നിങ്ങൾ നല്ലൊരു മനുഷ്യനായിരുന്നു എന്നാണ്. അതിനിടെ റോയിയുടെ മരണം മുന്നോട്ടുള്ള പ്രവർത്തനത്തെ ബാധിക്കില്ലെന്ന് വ്യക്തമാക്കുകയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ്. റോയ് ബാംഗ്ലൂരിലെ കാര്യങ്ങൾ മാത്രമാണ് കൈകാര്യം ചെയ്തിരുന്നതെന്നും കേരളത്തിലെ പ്രൊജക്ടുകളുടെ മുഴുവൻ ചുമതല തനിക്കാണെന്നും കോൺഫിഡന്റ് ഗ്രൂപ്പ് MD TA ജോസഫ് വ്യക്തമാക്കിയിരുന്നു. തങ്ങളുടെ പക്കൽ കള്ളപ്പണമില്ലെന്നും EDയോ CBIയോ വേട്ടയാടുന്നില്ലെന്നും MD തുറന്നു പറച്ചിൽ നടത്തി. റോയിയുടെ മരണത്തിന് ശേഷം കോൺഫിഡന്റ് ഗ്രൂപ്പ് ആദ്യമായാണ് വിശദീകരണവുമായി എത്തുന്നത്.